ഹായ് ഓൾ, ഈ വീഡിയോയിൽ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെം കോർ ഫിസിക്സിലെ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് മൊഡ്യൂൾ നെറ്റ്വർക്ക് തിയറംസിലൊക്കെ നമുക്ക് നിരന്തരമായി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ഉണ്ട്, നമ്മുടെ തെവനിൻസ് തിയറം. ഓക്കെ, അപ്പോൾ തെവനിൻസ് തിയറം വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു സർക്യൂട്ട് സോൾവ് ചെയ്യാം, അതാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം തെവനിൻസ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് അത് റിപ്പീറ്റഡ് ആയിട്ട് എക്സാംസിനോട് ചോദിക്കാറുണ്ട്. ഓക്കെ, നമുക്ക് എന്താണെന്നും ആൻഡ് അതേപോലെ നമുക്ക് എങ്ങനെ ഒരു സർക്യൂട്ട് സോൾവ് ചെയ്യാൻ നോക്കാം തെവനിൻസ് തിയറം വെച്ചുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂസ് തെവനിൻസ് തിയറം ടു ഡിറ്റർമിൻ ദ കറണ്ട് ത്രൂ ദ 15 ഓം റെസിസ്റ്റൻസ് ഓഫ് ദ ഫോളോയിങ് സർക്യൂട്ട്. നമുക്കൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ആ സർക്യൂട്ടിൽ ആരൊക്കെ ഉണ്ട്? നമുക്ക് ഒരു EMF സോഴ്സ് ഉണ്ട്, 24 വോൾട്ടുള്ള ഒരു EMF സോഴ്സ് ഉണ്ട് നമുക്ക്. ആൻഡ് അതിനെന്തുണ്ട്? ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R = 1 ഓം ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ട്. ആൻഡ് എന്തുണ്ട് ഇവിടെ? ഒരു 3 ഓം റെസിസ്റ്റൻസ് ഉണ്ട്. ആൻഡ് നമുക്കൊരു 12 ഓം റെസിസ്റ്റൻസ് ഉണ്ട്. ആൻഡ് ഒരു 15 ഓം റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഈ 15 ഓം ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ് RL. ഓക്കെ, ഈ RL കൂടെ പാസ് ചെയ്യണ കറണ്ടാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, എന്തായിരുന്നു സാധാരണ നമ്മൾ തെവനിൻസ് തിയറത്തെ ചെയ്യാറ്? എന്തായിരുന്നു ശരിക്കും തെവനിൻസ് തിയറം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ സർക്യൂട്ട് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല, എന്നാലും നമുക്ക് ചെയ്യാം. ഓക്കെ, ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സർക്യൂട്ട്, കുറേ റെസിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സർക്യൂട്ട് ഉണ്ട് വിചാരിച്ചോ. ഓക്കെ, ആൻഡ് അതിൽ നമുക്ക് ഒരു വാരിയബിൾ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു റെസിസ്റ്ററിലൂടെ കറണ്ട് പാസ് ചെയ്യണം, കറണ്ട് എന്ത് ചെയ്യണം കാണണം, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണം. ഓക്കെ, അങ്ങനെയാകുന്ന സമയത്ത് നമുക്ക് ഈച്ച് ടൈം നമ്മൾ ഒരു റെസിസ്റ്റർ മാറ്റുമോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ലോഡ് റെസിസ്റ്റർ നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ സമയത്തും ഇത് മാറ്റുകയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ആൻഡ് അല്ലെങ്കിൽ ഇതെന്താണ്, ഒരു വാരിയബിൾ റെസിസ്റ്റർ ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ഹോൾ പ്രോസസ്സ് എന്ത് ചെയ്യണം, നമ്മൾ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയൊന്ന് ആ ഒരു tedious ആയിട്ടുള്ള പ്രോസസ്സ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് തെവനിൻസ് തിയറം എന്ന് പറയുന്നത്. അത് നമ്മൾ ചെയ്യുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെയുള്ള ഈ ലോഡ് റെസിസ്റ്റർ ഉണ്ടല്ലോ, അത് ഏത് കൂടെയാണോ അല്ലെങ്കിൽ ഏത് ടെർമിനലിലൂടെ ഉള്ള കറണ്ടാണ് നമ്മൾ കാണേണ്ടതെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, അവിടെ വെക്കുക. ഓക്കെ, എന്നിട്ട് ഇതിന് ബാക്കിയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഈ കേസാണ് സമയത്ത് 3 ഓം ഉണ്ട്, 12 ഓം ഉണ്ട് ആൻഡ് 24 വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ആൻഡ് ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബാക്കിയുള്ള സർക്യൂട്ടിൻ്റെ പാർട്ട് വെച്ചിട്ട് ഒരു വോൾട്ടേജ് സോഴ്സും ആൻഡ് ഒരു റെസിസ്റ്റൻസിൻ്റെ സോഴ്സും അങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഈ ഹോൾ സർക്യൂട്ടിനെ എന്ത് ചെയ്യാണ്, മാറ്റി ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ആൻഡ് ഈ ഇങ്ങനെ മാറ്റി ഡിഫൈൻ ചെയ്യണ അല്ലെങ്കിൽ മാറ്റി കൺസ്ട്രക്ട് ചെയ്യണ തിയറത്തിൻ്റെ പറയണ പേരാണ് നമ്മുടെ തെവനിൻസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെ ഈ സർക്യൂട്ട് ഉണ്ടാവുക? ഇനി നമുക്കൊരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടാവും. എന്താണ് അതിന് പറയുക? നമ്മൾ VTH, തെവനിൻസ് വോൾട്ടേജ് എന്ന് പറയും. ആൻഡ് അതിൻ്റെ കൂടെ ആരാ ഉണ്ടാവുക? അതിൻ്റെ കൂടെ സീരീസ് ആയിട്ട്, ഓക്കെ ശ്രദ്ധിക്കണം, സീരീസ് ആയിട്ടൊരു RTH റെസിസ്റ്റർ കൂടെ ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ സർക്യൂട്ടിനെ എന്ത് ചെയ്യുക, മാറ്റി ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഈ സർക്യൂട്ട് വെച്ച് എന്ത് ചെയ്യുക, നമുക്കത് ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ തന്നിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്? 24 വോൾട്ട് ഉണ്ട്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 1 ഉണ്ട്. ആൻഡ് ഈ സർക്യൂട്ടിൽ ഇതാണ് നമ്മുടെ ടെർമിനൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ AB ഞാൻ ടെർമിനലായിട്ട് എടുക്കുകയാണ്. ഞാൻ ആദ്യം ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 15 ഓമിന് ഞാൻ എന്ത് ചെയ്യാണ്, റിമൂവ് ചെയ്യുക. ഓക്കെ, 15 ഓമിനെ റിമൂവ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യണം, അതിനെ ഓപ്പൺ സർക്യൂട്ട് ആക്കുകയാണ്. അതായത് ഈ പാർട്ടിന് ഞാൻ എന്താക്കുകയാണ്, ഈ ആളെ റിമൂവ് ചെയ്തിട്ട് ഇതിനെ ഞാൻ ഓപ്പൺ സർക്യൂട്ട് ആക്കും ഇതിനെ. ഓക്കെ, അതിങ്ങനെ ചെയ്യണ സമയത്ത് നിങ്ങൾ ഈ ഒരു ഇമേജ് നോക്കിയതാ, ഈ സെക്കൻഡ് ഇമേജ്, ഇതാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, RLനെ ഒഴിവാക്കിയിട്ട് എനിക്ക് കിട്ടിയ സർക്യൂട്ടാണ് ഇത്. ഓക്കെ, ഇനി എനിക്കിതിൽ എന്തൊക്കെ കാണണം? എനിക്ക് VTH കാണണം, VTH എന്താണെന്ന് കാണണം, എനിക്ക് RTH എന്താണെന്ന് കാണണം. ഓക്കെ, നിങ്ങൾ ഈ സർക്യൂട്ട് ഒന്ന് നോക്കിയേ. ഈ സർക്യൂട്ടിൽ നമ്മുടെ തെവനിൻസ് വോൾട്ടേജ് VTH എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 12 ഓം റെസിസ്റ്ററിന് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആയിരിക്കില്ലേ, അല്ലേ? അതായത് ഈ 12 ഓമിന് എക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ആയിരിക്കും തെവനിൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ല അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മുടെ കറണ്ട് ത്രൂ VTH അല്ലെങ്കിൽ കറണ്ട് ത്രൂ 12 ഓം. ഓക്കെ, എങ്ങനെ എഴുതാം നമുക്കതിനെ? ഇവിടെയുള്ള വോൾട്ടേജ് സോഴ്സ് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് എന്താ? 24. ഓക്കെ, 24 വോൾട്ടേജ് വരും, 24 വോൾട്ട് വരും. ആൻഡ് ഇവിടെയുള്ള റെസിസ്റ്റേഴ്സ് എന്തൊക്കെയാണ്? നമുക്ക് ശരിക്കും എന്താണ് കറണ്ട്? എന്താണോ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു?
ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ അല്ലേ. ഐ എന്താണ്? വി ബൈ ആർ ആണ് വരിക. ആൻഡ് നമുക്ക് അതിന് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 24 ഡിവൈഡഡ് ബൈ, അതായത് അവിടെയുള്ള വോൾട്ടേജ് ഡിവൈഡഡ് ബൈ എന്ത് എഴുതാം? അവിടെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ്. അങ്ങനെയല്ലേ വേണ്ട നമുക്ക്? ഇവിടെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് എന്താ? ഈ 12 ഓമും നമ്മുടെ 3 ഓമും ആൻഡ് ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് 1 ഓം. ഈ 3 ആൾക്കാരും എന്തിലാണ് കിടക്കണത്? ഒരു സീരീസ് ആയിട്ടാണ് കിടക്കണം അല്ലേ. ആൻഡ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സീരീസ് റെസിസ്റ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ എങ്ങനെയാണ് വരിക? അതായത് 12 ഓം 3 ഓം ആൻഡ് നമ്മുടെ 1 ഓം ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ത് കണക്ഷനിലാണ് കിടക്കുന്നത്? സീരീസ് കണക്ഷനിലാണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോമ്പിനേഷനായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ താഴെ 24 ഡിവൈഡഡ് ബൈ 12 പ്ലസ് 3 പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റുമല്ലോ അല്ലേ. 24 ഡിവൈഡഡ് ബൈ എന്ത് വരും? 16 വരും. ഓക്കെ, 24 ഡിവൈഡഡ് ബൈ 16 വരും. എന്താ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക? 1.5 ആംപിയർ. ഓക്കെ, അതാണ് നമ്മുടെ 12 ഓം കൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് കാണാം? വോൾട്ടേജ് കാണാമല്ലോ. അപ്പം നമ്മുടെ ഒറിജിനൽ വി ടി എച്ച്, നമ്മൾ കറണ്ട് ആദ്യം കണ്ടു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വി ടി എച്ച് കാണണം. ദെൻ അവർ വി ടി എച്ച് വിൽ ബി ഈക്വൽ ടു വി ടി എച്ച് അക്രോസ് എന്താണ്? 12 ഓമാ. അപ്പോൾ അതിലൂടെ പാസ് ചെയ്യണ കറണ്ട് ഇൻറ്റു ആ വോൾട്ടേജ് ചെയ്താൽ മതിയല്ലോ. വി ടി എച്ച് ഈക്വൽ ടു എന്ത് കാണാം നമുക്ക്? നമ്മുടെ 12 ഇൻറ്റു എന്ത് കാണാം? 1.5 ആംപിയർ കാണാൻ പറ്റുമല്ലോ. ഇതിനത് കണ്ടു കഴിഞ്ഞാൽ എന്താ വരിക? 18 വോൾട്ട് എന്ന് വരും. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? 18 വോൾട്ടാണ് ആൻസർ വരിക. അതിനപ്പോൾ നമുക്ക് ഇപ്പോൾ എന്ത് കിട്ടി? നമ്മുടെ സർക്യൂട്ടിലുള്ള തെവനിൻസ് വോൾട്ടേജ്, അതായത് ഇക്വാലൻറ്റ് തെവനിൻസ് വോൾട്ടേജ് എന്ത് ചെയ്യും? നമുക്ക് കിട്ടി. നമുക്ക് എന്ത് കണ്ടാൽ മതി? ആർ ടി എച്ച് കണ്ടാൽ മതി. അതായത് നമ്മുടെ ഇക്വാലൻറ്റ് തെവനിൻസ് റെസിസ്റ്റൻസ്. ഓക്കെ, ആറ് കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അതിന് വേണ്ടി ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഈ വോൾട്ടേജ് സോഴ്സ് ഇല്ലേ, ഈ 24 ഓം വോൾട്ടേജ് സോഴ്സ് ഇല്ലേ, നമ്മൾ എന്ത് ചെയ്യണം? അതിനെ റിമൂവ് ചെയ്യാണ്. അതിനെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെച്ചിട്ടുണ്ട് അതിനെ റീപ്ലേസ് ചെയ്യും. ഓക്കെ, അങ്ങനെ റീപ്ലേസ് ചെയ്ത് കിട്ടിയ നമ്മുടെ സെക്കൻഡ് സർക്യൂട്ടാണ് ഇതെന്ന് പറയുന്നത്. ഈ സി എന്ന് പറയുന്ന സർക്യൂട്ട് എന്താണ്? നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് കിട്ടിയ നമ്മുടെ സർക്യൂട്ടാണ്. ഓക്കെ, ആൻഡ് ഇതിൽ നോക്കി, ഇതിൽ ആരൊക്കെയാണ് ഉള്ളത്? ഇവിടെ ഒരു 12 ഓം ഉണ്ട്, ഇവിടെ ഒരു 3 ഓം ഉണ്ട്, ഇവിടെ ഒരു 1 ഓം ഉണ്ട്. ഓക്കെ, ആൻഡ് ഈ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് എന്താ മനസ്സിലാവണേ? നോക്കിയേ, ഇതിൻ്റെ ഇക്വാലിറ്റി റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഈ 3 ഓമും ഈ 1 ഓം എങ്ങനെയാണ് കിടക്കണത്? ഈ 3 ഓം ആൻഡ് 1 ഓം എന്താണ്? സീരീസ് സർക്യൂട്ട് അല്ലേ. നോക്കിയേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്റ്റഡ് ആണല്ലോ അത്. ആൻഡ് ഈ രണ്ടാക്കും, ഈ 3 ഓമിനും 1 ഓമിനും പാരലായിട്ടാണ് എന്ത് കിടക്കണത്? നമ്മുടെ ഈ 12 ഓം റെസിസ്റ്റർ കിടക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആർ ടി എച്ച്, അതായത് ഈ മൂന്നാളുടെയും ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് കാണാൻ പോവുകയാണ് ഞാൻ. ആൻഡ് അതിങ്ങനെ എന്താ വിളിക്കുന്നത്? ആർ ടി എച്ച്. ആർ ടി എച്ചിന് എനിക്ക് എങ്ങനെ എഴുതാം? ആർ ടി എച്ച് കാണാൻ വേണ്ടിയിട്ട് 3 ഓമും ആൻഡ് 1 ഓം എന്ത് കണക്ഷനിലാണ് കിടക്കുന്നത്? സീരീസ് കണക്ഷനാണ്. സീരീസ് വിച്ച് ഈസ് പാരലൽ ടു വിച്ച് ഈസ് പാരലൽ ടു എന്താണ്? 12 ഓം. ഓക്കെ, എൻ്റെ ആർ ടി എച്ച് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എൻ്റെ ആർ ടി എച്ച് വിൽ ബി ഈക്വൽ ടു എന്തായിരുന്നോ? ഇപ്പോൾ രണ്ട് റെസിസ്റ്റേഴ്സ് R1 R2 പാരലാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 അല്ലേ. ഞാൻ ഇവിടെ R1 R2 R1 ഞാൻ ഇതിൻ്റെ ഈ 3ൻ്റെയും 1ൻ്റെയും കോമ്പിനേഷനായിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ എൻ്റെ R1 വിൽ ബി ഈക്വൽ ടു 3 പ്ലസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 4 ഓം ആയിട്ട് വരും. ആൻഡ് എൻ്റെ R2 ഞാൻ 12 ഓം ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ ഇതിൽ സോൾവ് ചെയ്യാം? ആർ ടി എച്ച് R1 ഇൻറ്റു R2 4 ഇൻറ്റു 12 ഡിവൈഡ് ബൈ എന്ത് വരും? 4 പ്ലസ് 12 വരും. ഓക്കെ, ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4 ഇൻറ്റു 12 ചെയ്യാം, 12 പ്ലസ് 4. ഓക്കെ, എന്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? എനിക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ആൻസർ ആയിട്ട് കിട്ടാൻ പോണത് എന്തായിരിക്കും? 3 ഓം ആയിരിക്കും കേട്ടോ. ഓക്കെ, എന്തായിരിക്കും? 3 ഓം ആയിരിക്കും. ചെയ്ത് കഴിയുമ്പോൾ മുകളിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ? 48 വരും. താഴെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 16 വരും. ഓക്കെ, 48/16 വിച്ച് വിൽ ബി ഈക്വൽ ടു 3 ഓം. ഓക്കെ, അപ്പോൾ എൻ്റെ ആർ ടി എച്ച് കിട്ടി എനിക്ക് 3 ഓം എന്ന്. വി ടി എച്ച് ഓൾറെഡി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താണ് നമ്മുടെ വി ടി എച്ച് കിട്ടിയത്? 18 വോൾട്ട് ആയിരുന്നു. ഓക്കെ, നമുക്ക് എന്താ കിട്ടി? നമുക്ക് വി ടി എച്ചും കിട്ടി, ആർ ടി എച്ചും കിട്ടി.
വി ടി എച്ച് ഈക്വൽ ടു 18 വോൾട്ട് ആൻഡ് എൻ്റെ ആർ ടി എച്ച് ഈക്വൽ ടു എന്ത് കാണാം 3 ഓമും കിട്ടി. ഓക്കെ, ഇതാണ് എൻ്റെ ഫൈനൽ ആ സർക്യൂട്ടിലെ തെവനിൻസ് വോൾട്ടേജും തെവനിൻസ് കറണ്ട്. ഇതാണ് എൻ്റെ ആ സർക്യൂട്ടിലെ തെവനിൻസ് വോൾട്ടേജും അതുപോലെ തെവനിൻസ് റെസിസ്റ്റൻസും. ആൻഡ് ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, എൻ്റെ സർക്യൂട്ടിനൊന്ന് മാറ്റി വരയ്ക്കാൻ പോവാണ്. അങ്ങനെ മാറ്റി വരച്ച് എനിക്ക് കിട്ടുന്ന സർക്യൂട്ടാണിത്. ഓക്കെ, ഇതാണ് എൻ്റെ തെവനിൻ ഇക്വലൻ്റ് സർക്യൂട്ട്. ഓക്കെ, എന്താണ്, ദിസ് ഈസ് മൈ തെവനിൻ ഇക്വലൻ്റ് സർക്യൂട്ട്. ഇക്വലൻ്റ് സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഒരു തെവനിൻ തിയറം വെച്ചിട്ട് സോൾവ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് ഇതിനെ ഡീൽ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.